ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്നല്ലേ? വാ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് 2 ജാനുവരി 2025 ഓൾമോസ്റ്റ് 1 ഇയറിൽ കൂടുതലായി. എനിക്കിപ്പം 67 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്കിത് വലിയ കാര്യമാണേ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ. അനാർക്കലി ഫിലിമിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കുറച്ചു കാലമായിട്ട് മിസ്സിംഗ് ആണ്. അതേപോലെ എനിക്കും വേണ്ടപ്പെട്ട ഒരാൾ കുറച്ചു കാലമായിട്ട് മിസ്സിംഗ് ആണ്. അപരിചിതരായി മാത്രം നേരിൽ കണ്ടിട്ടുള്ള, പരിചിതരായ ശേഷം നേരിൽ കണ്ടിട്ടില്ലാത്ത എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട്. ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തതും എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബറുമായ ഒരു വ്യക്തി. ഈ വീഡിയോ ആ മോട്ടിവേറ്റർക്ക് വേണ്ടിയുള്ളതാണേ. ഇന്നത്തെ നമ്മുടെ യാത്ര എത്തിയിരിക്കുന്നത് സദേൺ ഡൗൺ ബീച്ചിലാണേ. വെയിൽസിലെ ഏറ്റവും മനോഹരമായ കടൽ തീരങ്ങളിൽ ഒന്നാണിത്. വണ്ടി പാർക്ക് ചെയ്യാൻ ബീച്ചിൻ്റെ സൈഡിലും ബീച്ചിന് കുറച്ച് മുകളിലായിട്ടും 2 സ്ഥലങ്ങളുണ്ട്. നമ്മൾ മുകളിൽ പാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ സൈഡിലെ താഴ്വരയിലൂടെ നടന്നിറങ്ങുകയാണ് ചെയ്തത്. മുകളിൽ നിന്ന് നോക്കുമ്പം താഴത്തെ ബീച്ചിൻ്റെ വ്യൂ അതിമനോഹരമായ കാഴ്ചയാണ്. നടക്കുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായി പലതരം പൂച്ചെടികളും നിറക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തൊട്ടും തലോടിയും മെല്ലെ മെല്ലെ താഴോട്ട് നടന്നിറങ്ങി. ലൈംസ്റ്റോൺ പാറക്കെട്ടുകൾ, വിശാലമായ മണൽത്തീരം, തിരമാലകൾ രൂപപ്പെടുത്തിയ റോക്ക് പൂൾ, കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ഈ തീരം വെയിൽസിലെ കോസ്റ്റ് പാത്തിൻ്റെ ഭാഗമായതിനാൽ ട്രെക്കിങ്ങിനും പ്രകൃതി സഞ്ചാരത്തിനും ഏറെ പ്രശസ്തമാണ്. ബീച്ചിൽ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഡൻറേവൻ കോട്ട കാണാനായി നടന്നു. അങ്ങോട്ടേക്ക് അത്യാവശ്യം നടക്കാനുണ്ടേ. ഒരു കുന്ന് കയറി വേണം നമുക്കങ്ങ് എത്താൻ. ആ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കടലിൻ്റെ കാഴ്ചയാണ് ഇത്. എന്ത് രസമാണെന്നറിയത് കാണാൻ. വിശന്നാ കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സും വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത്. കുന്ന് കയറി അങ്ങ് എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്റ്റാമിന കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന് ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നീട് നടത്തം ആരംഭിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്ഥലത്ത് ഒരിക്കൽ രാജകുടുംബവും പ്രഭുക്കന്മാരും താമസിച്ചിരുന്നു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ അതൊരു മാനർ ഹൗസായി മാറി. 1802, 1806 കാലഘട്ടങ്ങളിൽ തോമസ് വിൻഹാം അതിനെ മനോഹരമായ കോട്ടയുടെ രൂപത്തിൽ പുനർനിർമ്മിച്ചു. 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ കെട്ടിടം സൈനിക ആശുപത്രിയായും ഉപയോഗിച്ചു. പിന്നീട് കെട്ടിടം കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് 1963 പൊളിച്ചുമാറ്റി. ഇപ്പോൾ ഇവിടെ ഗേറ്റ് ഹൗസും മതിലുകളും ഉദ്യാനവും മാത്രമാണുള്ളത്. ഡൻറേവൻ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ചരിത്രത്തിന് മാത്രമല്ല ദുരൂഹമായ പ്രേതകഥകൾക്കും പ്രശസ്തമാണ്. ബ്ലൂ ലേഡി എന്ന പേരിലുള്ള ഒരു സ്ത്രീയുടെ ആത്മാവ് രാത്രിയിൽ കോട്ടയുടെ അവശിഷ്ടങ്ങൾക്കടുത്ത് പ്രത്യക്ഷപ്പെടാറുണ്ടെന്നാണ് ചിലരുടെ വിശ്വാസം. നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടതായും ചിലർ പറയുന്നുണ്ട്. ചരിത്രം പറയുന്ന കോട്ടയും കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയുന്ന പാറകളും പ്രകൃതിയുടെ അത്ഭുതമായ കടൽ കാഴ്ചയും ഇതെല്ലാം ഒരിടത്ത് കാണണമെങ്കിൽ ഡൻറേവൻ ബേ സന്ദർശിക്കാം. യാത്രകളും വിശേഷങ്ങളും തീരുന്നില്ല. അടുത്ത വിശേഷവുമായി നാളെ കാണാം. ബായ്.